ശ്രീ ഷാജി രാഘവൻ, ഇന്നിപ്പോൾ SIT ദേവസ്വം ബോർഡ് ആസ്ഥാനത്തെത്തി ഫയലുകൾ പരിശോധിച്ചു. ദേവസ്വം ബോർഡ് അംഗങ്ങളുടെ മൊഴിയും മറ്റൊന്നും എടുത്തിട്ടില്ല, പക്ഷെ അവർ ഫയലുകൾ പരിശോധിച്ചു. ദേവസ്വം ബോർഡ് ആ കാലഘട്ടത്തിൽ, അതായത് 2019 ഈ തീരുമാനം എടുക്കുന്ന ഘട്ടത്തിൽ അവിടെ ചുമതലയിൽ ഉണ്ടായിരുന്ന ഒരു ഉദ്യോഗസ്ഥനെ കൂടി സസ്പെൻഡ് ചെയ്തു. ബാക്കി എല്ലാവരും വിരമിച്ചവരാണ്. ഇപ്പം മുരാരി ബാബുവിനെ കൂടാതെ അസിസ്റ്റന്റ് എഞ്ചിനീയർ സുനിൽ കുമാറിനെയും കൂടി സസ്പെൻഡ് ചെയ്തതോടുകൂടി ബോർഡ് ചെയ്യാവുന്ന നടപടികളൊക്കെ എടുത്തു. ഇനി അന്വേഷണ സംഘം ഇതിലെ കൾപ്രിറ്റ്സിനെ പിടികൂടി മുമ്പിൽ നിർത്തട്ടെ, സ്വർണം ഞങ്ങൾ തിരിച്ചെത്തിക്കുമെന്നുള്ളതാണ് ദേവസ്വം ബോർഡിന്റെ നിലപാട്. തൃപ്തികരമാണോ? അഭിലാഷ, ഇവിടെ താങ്കൾ ഈ ചർച്ചയിൽ ഇടപെട്ടുകൊണ്ടൊരു ചോദ്യം ചോദിച്ചു. ബഹുമാന്യനായ ജിൻഡോ ജോണിനോട് ചോദിച്ചു. ആ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ ഇടത് സഹയാത്രി ബഹുമാന്യനായ ഹസ്കർ, അദ്ദേഹത്തിൻ്റെ തുടർച്ചയെന്നാണ് താങ്കൾ ആ ചോദ്യം ചോദിച്ചത്. എങ്ങനെ തൃപ്തിപ്പെടാൻ സാധിക്കുന്നേ? താങ്കളൊരു ചോദ്യം ചോദിച്ചല്ലോ, ഈ ഒരു പർട്ടിക്കുലർ വിഷയം മാത്രമാണോ അന്വേഷിക്കപ്പെടേണ്ടതെന്നുള്ളത്. ഞങ്ങൾ ഇന്നലെ കേരളത്തിൻ്റെ ഗവർണറെ കണ്ടിട്ടുണ്ട്. ഗവർണറെ കാണുന്നതിന് മുമ്പ് ഞങ്ങളുടെ യുവജന പ്രസ്ഥാന യുവമോർച്ച തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുമ്പിൽ സമരം നടത്തി. മണിക്കൂറുകൾ നീണ്ടു നിന്ന സമരം. ജലപീരങ്കിക്ക് മുന്നിലും പോലീസിൻ്റെ ലാത്തിയുടെ മുമ്പിലൊക്കെ പരാജയപ്പെടാതെ മണിക്കൂറുകൾ നീണ്ടു നിന്ന സമരത്തിലും അതിനുശേഷം ഗവർണറെ കണ്ടപ്പോഴും ഞങ്ങൾ പ്രധാനമായി പറഞ്ഞ 2-3 വിഷയങ്ങളുണ്ട്. അതിലൊന്ന് എന്ന് പറയുന്നത്, ഇന്നിപ്പോൾ ഒരു SIT, ഇപ്പോൾ ഹർഷനല്ല, നമ്മുടെ ഇടതുപക്ഷ സഹയാത്രി SITയെ പറ്റിയിട്ടൊക്കെ പിണറായി വിജയൻ പ്രഖ്യാപിച്ചതുപോലെയാണ് അദ്ദേഹം അവകാശപ്പെടുന്നത്. SIT വന്ന സാഹചര്യമൊക്കെ നമുക്കറിയാം. കോടതി ഇടപെടലാണ്. അതിനകത്ത് ഈ ഗവൺമെൻറ് നിന്നൊരു കാര്യമില്ല. ഇപ്പോൾ ഇവരെന്ത്, ഇന്നലെ മുഖ്യമന്ത്രിയായാലും ഇന്നിപ്പോൾ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ഇടതുപക്ഷത്തിൻ്റെ ആൾക്കാരും ഒരു പോറ്റിയിൽ ഇത് അവസാനിപ്പിക്കാനുള്ള ശ്രമമാണ്. ഒരു പോറ്റി, ആ പോറ്റിയെ പിടിക്കും, അല്ല ഇത് പിടിക്കും. എന്താണ് ശബരിമലയിലെ വിഷയം എന്നുള്ളത് നാളെ ഇതിനകം തെളിഞ്ഞിട്ടില്ല. എന്താ അവിടുത്തെ പ്രധാനപ്പെട്ട വിഷയം? കാലാകാലങ്ങളായി മാറി മാറി വന്ന ഗവൺമെൻറ്റുകളുടെ പേരിൽ അധികാരത്തിൽ വന്ന ദേവസ്വം ബോർഡുകൾ നടത്തിയിട്ടുള്ള കള്ളത്തരം, മോഷണം, വെട്ടിപ്പ്, കൊള്ളിവെപ്പ്, ഇതല്ലേ ശരിക്കും അന്വേഷിക്കേണ്ടത്? ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പോൾ പബ്ലിക് ഡൊമൈനിൽ ചില വിഷയങ്ങളുണ്ട്. ഈ വിഷയം തുടങ്ങിയത് നമുക്കൊക്കെ അറിയാം. ഇത് ഏതെങ്കിലും ഇപ്പോഴത്തെ ദേവസ്വം ബോർഡിൻ്റെ ഒരു ഇനിഷ്യേറ്റീവിൽ അല്ലെ താല്പര്യത്തിൽ തുടങ്ങിയിട്ടുള്ള വിഷയങ്ങളൊന്നും അല്ല ഇത്. 2018 ഒരു പോറ്റിയുണ്ട്, മാസ്റ്റർ എഴുതിയ ഒരു മുരാരി ബാബു ഉണ്ട്. ഇതേ മുരാരി ബാബുവും ഇതേ പോറ്റിയും, ഉണ്ണികൃഷ്ണൻ പോറ്റി, ഇതേ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമാണ് 2025 ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് ഇരിക്കുമ്പോഴും ഈ സ്വർണം കൊണ്ട് പോയത് തമിഴ്നാട്ടിൽ. അപ്പോൾ 2018 മോട്ടിക്കപ്പെട്ടവനെ പിടിച്ചപ്പോൾ 2025 കള്ളനെ കൈയോടുകൂടി പിടിവിറ്റു. മോട്ടിക്കുന്നതിന് മുമ്പേ പിടിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ഇതിനകത്തെ വ്യത്യാസം എന്ന് പറയുന്നത്. ശരി. അപ്പോൾ വളരെ കൃത്യമായിട്ട് ഒരു കാര്യം വളരെ വ്യക്തമല്ലേ, ഒരു വലിയ ലോബി ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇത് സാധാരണ ഈ ഒരു പോറ്റിയിലോ ഈ പറയുന്ന മുരാരി ബാവിലോ അവസാനിക്കുന്നതല്ല. നമുക്കറിയാം, ഈ വിഷയം പുറത്തു വന്നതിന് ശേഷം 2000 ഒക്കെ 2000, 2003, 2004 ശബരിമലയിലെ സ്പെഷ്യൽ നമ്മുടെ വിജിലൻസ് ഓഫീസറായിട്ടിരുന്ന IPS, അദ്ദേഹത്തിൻ്റെ പേര് ഗോപാൽകൃഷ്ണൻ IPS ആണ്. അദ്ദേഹം കുറേ കാര്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്ന് പറഞ്ഞിട്ടില്ലേ? അദ്ദേഹം എന്താ പറഞ്ഞത്? ശബരിമലയിൽ കാലാകാലങ്ങളിലായി ദേവസ്വം ബോർഡിൻ്റെ അറിവോടുകൂടി കാലാകാലങ്ങളിലായി വന്ന എല്ലാ ദേവസ്വം ബോർഡും മോഷണം കലയാക്കിയ ദേവസ്വം ബോർഡുകളാണെന്ന് അദ്ദേഹം പറഞ്ഞതില്ലേ? അതുമാത്രമല്ല, അതിനുശേഷം നമ്മൾ കണ്ടു, എനിക്ക് റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട് അഭിലാഷ്, എൻ്റെ ഒന്ന് നോക്കിയാൽ മതി, ടെക്നിക്കൽ പ്രോബ്ലം ഉണ്ട്. അതിനുശേഷം നമ്മൾ വേറൊരു കാര്യം കണ്ടു. എന്തായിരുന്നു? ഒരു ദേവസ്വം ബോർഡ് പ്രസിഡന്റ് തന്നെ വന്ന് വളരെ കൃത്യമായിട്ട് നമ്മുടെ ചാനലിന് മുമ്പിൽ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞ എന്താ? അദ്ദേഹത്തിനെതിരെ ഒരു ആരോപണം വന്നു. ശബരിമലയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഇവിടെ പോയത് സ്വർണ്ണപ്പാളികളുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങളും അന്വേഷണങ്ങളും SIT ഒക്കെ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ശരി. അതിനോടനുബന്ധിച്ച് പുറത്തു വന്നതല്ലേ ശബരിമല അയ്യപ്പൻ്റെ യോഗദണ്ഡും രുദ്രാക്ഷമാലയും പോയ കാര്യം? അതിനെ സംബന്ധിച്ച് ഒരു ദേവസ്വം ബോർഡ്, ഉത്തരവാദിത്തപ്പെട്ട ഒരു ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്താ പബ്ലിക് ഡൊമൈനിൽ വന്നു എന്ന് പറഞ്ഞത്? കാരണം ഇതിനൊക്കെ കൃത്യമായ നടപടിക്രമങ്ങളുണ്ട്. തിരുനടയുടെ മുമ്പിൽ അപ്പുറത്തോട്ട് മാറ്റി വെച്ച് അപ്പൊ ഇതിനൊക്കെ നടപടിക്രമം കൃത്യമായി ദേവസ്വം ബോർഡിനില്ലേ? ശരി, ഓക്കെ, ഞാൻ അങ്ങയിലേക്ക് വരാം. അതെ, അത് തന്നെയാണ് എന്റെ പ്രശ്നം. അല്ല, ഇത് ഒരു അല്ലല്ല, ഒരു ഒറ്റ സെക്കൻഡ്, ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞു വന്നത്, ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റായിട്ടുള്ള പത്മകുമാർ ആയാലും മുൻ IPS ഉദ്യോഗസ്ഥനായാലും വളരെ കൃത്യമായി പറയുന്ന ഒരു കാര്യം എന്താ?
ശബരിമല കാര്യങ്ങൾ കൃത്യമായിട്ടല്ല നടക്കുന്നത്. ശരി. എന്താ പത്മകുമാർ പറഞ്ഞത് ഇല്ലേ, ദൈവതുല്യരായിട്ടുള്ള ആൾക്കാർ. പത്മകുമാർ ദൈവതുല്യരായിട്ടുള്ള ആളെന്ന് പറയുമ്പോൾ ചാനലിൽ പങ്കെടുക്കുന്ന ഇടതുപക്ഷക്കാരെ സംബന്ധിച്ചോളം, കേരളത്തിലെ സാമാന്യ ബുദ്ധിയുള്ളവരെ സംബന്ധിച്ചോളം അവർക്കൊരൊറ്റ ദൈവമേ ഉള്ളൂ. ഒരൊറ്റ ദൈവം എന്ന് പറഞ്ഞാൽ കാരണഭൂതനായിട്ടുള്ള ഒരു മുഖ്യമന്ത്രി മാത്രമാണ് അവരുടെ മുമ്പിലെ ദൈവം എന്ന് പറയുന്നത്. ഇനി അതല്ല വേറെ ഏതെങ്കിലും ദൈവം ഉണ്ടോ എന്നുള്ളത് അദ്ദേഹം പുറത്തു പറയേണ്ട വിഷയങ്ങളാണ്. ഏത് കാരണഭൂതനായാലും ഏത് ദൈവമായാലും ശ്രീ പത്മകുമാറായാലും ശരി, ഇതിനു മുമ്പ് ദേവസ്വം ബോർഡിന്റെ ഭാഗമായിട്ടിരുന്ന വിജിലൻസ് ഓഫീസർമാരും എല്ലാവരും പറയുന്ന ഒരു കാര്യമുണ്ട്, ഇന്നോ ഇന്നലെയോ തുടങ്ങിയ മോഷണമല്ല. ശരി, ഇന്നോ ഇന്നലെയോ കോൺഗ്രസിന്റെ തുടങ്ങിയ നേതാവായിട്ടുള്ള മോഷണമല്ല ശിവകുമാർ എങ്കിൽ ദേവസ്വം ബോർഡ് മന്ത്രിയായിരിക്കും അത് പിടിക്കപ്പെടേണ്ടതാണ്. ഇപ്പോൾ ഇങ്ങനെ ഓരോന്നായി പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണല്ലോ. എല്ലാം പുറത്തു വരട്ടെ. അഴിമതി ഉണ്ട് എങ്കിൽ അഴിമതികളെല്ലാം പുറത്തു വരട്ടെ. കേസ് ഇപ്പോഴും വിജിലൻസിന്റെ അന്വേഷണത്തിലാണ്. ശരി, ഞാൻ അതിലേക്ക് വരാം. ദീർഘകാലമായിട്ടുള്ള ഈ അന്വേഷണം കഴിഞ്ഞ 30 വർഷമെങ്കിലും കൃത്യമായിട്ട് അന്വേഷിക്കണം. ഇതാണ് BJP ആവശ്യപ്പെട്ടിട്ടുള്ളത്. ശരി.